സിനിമേൻ്റെ പറഞ്ഞപ്പോഴാണ് ആടുജീവിതം കണ്ടോ? ഇല്ല ഇല്ല, ഞാൻ സിനിമ ഒന്നും കാണില്ല, അതൊക്കെ പണ്ട്. ഞാൻ എന്നോട് അതിന് പോകാൻ വേണ്ടി എനിക്ക് നീ സിനിമക്കൊന്നും പോയില്ല അറിയാം, പക്ഷെ ഞാൻ കണ്ടിറങ്ങിയപ്പം എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു ആടുജീവിതത്തിന് പോവാം. പക്ഷേ അല്ലേ, ഞാൻ മിക്സഡ് റിവ്യൂസ് കേട്ട്. ഇപ്പൊ ഞാൻ കുറച്ച് ആൾക്കാരായിട്ടുള്ളൂ കോണ്ടാക്ട്, പക്ഷെ പോസിറ്റീവായിട്ട് കേട്ടത് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ കേട്ടത്. ലൈക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള, നീ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഞാൻ വിചാരിച്ചു ഓക്കെ, കാരണം എനിക്കറിയാം നീ മൂവി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അതിൻ്റെ പല കാര്യങ്ങളും നോക്കുന്ന ഒരാളാണ്. ഞാൻ ഓക്കെ. പക്ഷേ വേറെ കുറച്ച് ഫ്രണ്ട്സ് വരുമ്പോൾ എന്ത് പാടുന്നുള്ളതല്ലോ പ്രത്യേകിച്ച് ഓവർ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും ജഡ്ജ് ചെയ്യില്ല. ഞാൻ കാണൂല്ല അത്. കാണണം. എത്ര പടമുണ്ട് ലാസ്റ്റത്തെ ഡീക്കേഡിൽ ഇറങ്ങിയ പടങ്ങൾ. അതാണ് പറഞ്ഞത്, ആടുജീവിതം കണ്ടിരിക്കണം എന്ന് പറയാനൊരു കാരണം ഒന്ന് ഓക്കെ, ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഇവിടെ അങ്ങനെ ഇറങ്ങില്ല. ഇവിടെ പോളണ്ടിൽ ഏറ്റവും വലിയ റിലീസ് കിട്ടിയ പടം മലയാളം ഫിലിം ആടുജീവിതമാണ്. ഇവിടുത്തെ റിലീസ് എന്ന് പറഞ്ഞാല് ലാലേട്ടൻ്റെ പടം ഉണ്ടാവും, അപ്പൊ എമ്പുരാൻ ഇറങ്ങുമ്പോൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ ഇവിടെ എങ്ങനെ റിലീസ് ചെയ്യലെന്ന് വെച്ചാൽ ഇവിടെ അതിന് മാത്രമുള്ള മലയാളികളില്ല. അപ്പൊ ഇവിടെ റിലീസ് ചെയ്യല് 2 ദിവസത്തേക്കാണ് റിലീസ് ചെയ്യുക. ഒരു ഫ്രൈഡേ സാറ്റർഡേ അങ്ങനെ 2 ദിവസം ആയിട്ട്. 2 ദിവസം ചിലപ്പം ടോട്ടൽ ഇൻക്ലൂഡിങ് ഒരു 3 ഷോ ഉണ്ടാവും 2 ദിവസമായിട്ട് ഒരു സിറ്റിയിൽ. അതും 3-4 സിറ്റിയിലെ റിലീസ് ചെയ്യുള്ളൂ. ആടുജീവിതം അത് 2 വീക്കെൻഡ് അവർ റിലീസ് ചെയ്ത്, ലൈക്ക് കൺസിക്യൂട്ടീവ് ആയിട്ട് 2. അപ്പം ഞാൻ പോയപ്പോൾ അവിടെ എന്താ പറയുക, കുറച്ച് പോളിഷ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഫിലിം ഇറങ്ങുന്ന കുറേ മുമ്പ് തന്നെ എൻ്റെ ഫ്രണ്ട്സിനോട്, എൻ്റെ പോളിഷ് ഫ്രണ്ട്സിനോടും എന്താ പറയുക ഫോറിനർ ആയിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്, ഒരു ഫിലിം ഇറങ്ങുന്നുണ്ട്. ഞാൻ ഈ ബുക്ക് വായിച്ചതാണ് കുറേ കാലം മുമ്പ്. അപ്പോൾ ഈ ഫിലിം അനൗൺസ് ചെയ്ത മുതൽ ഞാൻ ഇതിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡാണ്. അപ്പോൾ ബ്ലസ്സി എടുക്കുന്നത് പറഞ്ഞപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ആയി പോകുന്നുള്ള, അത് അങ്ങനെ തന്നെയാണ്, ഇമോഷണലാണ്. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു ഒരു ഫിലിം ഇറങ്ങുന്നുണ്ട്, എല്ലാവരും വരണം, പൈസ വരണ കാര്യം ഞാൻ എടുക്കാം. പിന്നെ ആ ടൈമിൽ ഇവിടെ ഈസ്റ്റർ ആയിരുന്നു, അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി, അതുകൊണ്ട് അത് പറ്റിയില്ല. പക്ഷേ ഫിലിം കണ്ടു കഴിഞ്ഞപ്പം എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഞാനൊരു മലയാളി എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രൗഡ് ആവുന്നത് മലയാളം ഫിലിമാണ്. എന്നോടിപ്പോൾ ഞാനൊരു മലയാളിയാണ്, ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ടുള്ള എന്താ വെച്ചാൽ ഞാൻ പറയും ഓക്കെ, ഡൈവേഴ്സിറ്റി, ലൈക്ക് എല്ലാവരും ഹാർമണിയിൽ ജീവിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഫിലിമാണ്. മലയാളം ഫിലിമിൽ എന്താ പറയുക, ഒരു പ്രൗഡ് ഫ്ലാഗ് ബെയറാണ് എല്ലാവരോടും. എല്ലാ ഫോറിൻ ഫ്രണ്ട്സിനോടും, എല്ലാ പോളിഷ് ഫ്രണ്ട്സിനോടും ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എന്താ പറയുക, മലയാളം ഫിലിം റെക്കമെൻഡ് ചെയ്യും. ഈവൻ എന്താ പറയുക, ലിങ്ക് അയച്ചു കൊടുക്കും, ഡൗൺലോഡ് ചെയ്ത് അയച്ചു കൊടുക്കും. കാരണം മലയാളം ഫിലിം എന്ന് പറഞ്ഞാൽ വൻ അണ്ടർ റേറ്റഡാണ്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇറ്റ് വിൽ സ്റ്റേ അണ്ടർ റേറ്റഡ്. ഇന്ത്യയിലല്ല, ഇന്ത്യയിൽ ഇപ്പം മലയാളം ഫിലിമിൽ ഒരു ട്രാക്ഷൻ കിട്ടി തുടങ്ങുന്നുണ്ട്. ഉണ്ടടാ. പക്ഷേ ഇതൊക്കെ ഉദ്ദേശിച്ചത് ഈ സിനിമ ഫീൽഡ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ജനറൽ ഓഡിയൻസ് എന്ന് അറിയുന്നുണ്ടല്ലോ, ഇവരൊന്നും വലിയ അപ്രീഷിയേറ്റ് ചെയ്യില്ല എപ്പോഴും. അതാണ് സങ്കടമാവുന്നത്. കാരണം ഞാൻ സൗത്ത് പറയും, കാരണം തമിഴ് ലെവൽ വിട്ട സിനിമ. ഞാൻ മലയാളം ഫിലിം വിൽ ബി ഓൾവേസ് അണ്ടർ റേറ്റഡ് എന്ന് പറയാൻ കാരണം ഇന്ത്യയിലല്ല, വേൾഡിൽ. ഈവൻ വേൾഡ് സ്കോപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇപ്പം ഞാനിവിടെ ഞാൻ കുറച്ച് നമ്പർ ഓഫ് പോളിഷ് മൂവീസ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പ്രൊഡക്റ്റ് ആണത്. ഇതും നമ്മുടെ ചെറിയൊരു കുഞ്ഞ് കേരളത്തിന്റെ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ ഇതിപ്പം പറയുമ്പോൾ തന്നെ രോമാഞ്ച. പല രീതിയിലും എത്ര കഴിവുള്ള ആൾക്കാരാണ്, എത്ര ആർട്ടിസ്റ്റ് ഇതൊക്കെ എന്താ പറയാ, നമ്മളങ്ങനെ ഇതേപോലെ കൂടുമ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ സംസാരിക്കുന്ന ടോപ്പിക് അല്ല, എത്രത്തോളം അണ്ടർ റേറ്റഡ് ആണെന്നുള്ള സങ്കടം. എത്ര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നീ പറഞ്ഞ പോലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നീ പറഞ്ഞല്ലേ ഇപ്പൊ പോളണ്ട് ഇതൊരു കൺട്രീന്റെ സിനിമ ആണ്, പക്ഷെ നമ്മളത് ചെറിയൊരു സ്ഥലത്തെ സിനിമ. ഇപ്പം ഈ ആടുജീവിതത്തിൽ തന്നെ എല്ലാവരും വർക്ക് ചെയ്ത് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാം. പക്ഷേ പൃഥ്വിരാജൊക്കെ എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ തടി കുറയ്ക്കാനുള്ള, അതിലേക്ക് ഞാൻ ചെറിയൊരു കാര്യം കൂടി എപ്പോഴും ഇപ്പം ഈ അടുത്തായിട്ട് പോസ്റ്റ് കാണുമ്പോൾ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള അതിലൊരു മെൻഷൻ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും മറക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് വരെ ചിലപ്പോൾ അറിയില്ല. അപ്പോത്തിക്കരി എന്ന് പറഞ്ഞ സിനിമ, അതിൽ ജയസൂര്യന്റെ ട്രാൻസ്ഫോർമേഷൻ, അത് അണ്ടർ റേറ്റഡ് ആണ്. ജയസൂര്യ ശരിക്കും അതിലൊരു എന്താ പറയാ സിക്ക് ആയിട്ടുള്ള, അതെ, അതെല്ലാവരും മറക്കുന്നത് പൃഥ്വിരാജിന്റെ പറയുമ്പോൾ. പക്ഷെ പൃഥ്വിരാജിന്റെ അതിനേക്കാളും കുറച്ചും കൂടെ എക്സ്ട്രീമാണ്. ബട്ട് സ്റ്റിൽ ആടുജീവിതം പോയി കാണാം. ഒരു മലയാളി എന്നുള്ള ഞാൻ പറയും, കടമയാണ് ആടുജീവിതം കാണേണ്ടതെന്നുള്ള. ഈവൻ ഓക്കെ, നമ്മൾ വേറൊരു വലിയ സ്കെയിലിൽ റിവ്യൂ ചെയ്യുമ്പോൾ ചിലപ്പം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ പറഞ്ഞ പോലെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ. നമ്മുടെ ഗുരുജിന്റെ മ്യൂസിക് എങ്ങനെ ഉണ്ടായിരുന്നു, എ റഹ്മാൻ? ഓക്കെ, ഞാൻ പറയാം, അത് പൃഥ്വിരാജ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഹാൻസ് സിമ്മറോ അല്ലെങ്കിൽ എ റഹ്മാനോ ആയിട്ടായിരുന്നു അവർക്ക് മീറ്റ് ചെയ്യേണ്ടത്. ഈവൻ ഫസ്റ്റ് ഒരു കോൺടാക്ട് ചെയ്തത് ഹാൻസ് സിമ്മറിന്റെ ടീമിനാണ്. അതെ, അതിന്റെ ഇടയ്ക്ക് എ റഹ്മാന്റെ ഡേറ്റ് കിട്ടിയപ്പോഴാണ് അവർ എ റഹ്മാൻ മതി എന്ന് തീരുമാനിച്ചത്. പക്ഷെ ഞാൻ എന്റെ ഒപ്പീനിയനിൽ പറയും ഹാൻസ് സിമ്മർ ആണെന്നുണ്ടെങ്കിൽ വേറെ ഹാൻസ് സിമ്മർ എവിടെ കിടക്കുന്നത്. പക്ഷെ
റഹ്മാൻ അടിപൊളി തന്നെ കേട്ടോ. എനിക്കിത് ചീത്തത് ഇതിന്റെ നെഗറ്റീവ് റിവ്യൂ പറയുന്ന ആൾക്കാരെ എനിക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ആടുജീവിതത്തിന് നെഗറ്റീവ് റിവ്യൂ പിന്നെ പറയാന്നുള്ളത്. എങ്ങനെ ആയാലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകള് അതൊക്കെ അതേപോലെ തന്നെ ഞാൻ പറയൂ, ഞാനെനിക്ക് മിഡ്വേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, മലയാള സിനിമ അധികം കാണലില്ല ഇവിടെ റിലീസ് ചെയ്യാത്തത് കൊണ്ടും ഒക്കെ ആയിട്ട് അധികം കാണലില്ല. അതേമാതിരി വേറെ ഫ്രണ്ട്സ് എന്തായാലും കാണുമെന്ന് പറയുന്ന സിനിമകളെ ഞാൻ കാണലുള്ളൂ. അതേപോലെ കണ്ടൊരു സിനിമയാണ് ബ്രഹ്മയുഗം. ആ ബ്രഹ്മയുഗം കാണുന്ന സമയത്ത് മമ്മൂട്ടിന്റെ പടം ഞാൻ എനിക്ക് കണ്ട മിഡ്വേ ഞാനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സെനത്തെ ഇത് കാണേണ്ട പടമാണല്ലേ. ഞാൻ ഫസ്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊരു മലയാള സിനിമയാണോ എന്നുള്ള ആ ഒരു ടെക്നിക്കൽ ബ്രില്യൻസും ക്വാളിറ്റിയും, അതിലൊരു യക്ഷി വരുന്ന സീനുണ്ട് ഫസ്റ്റ്, കാണേണ്ട പടമാണ്. ഒരു ഫാന്റസി. അതിലും ഇല്ല, അത് സ്പോയിലർ ഒന്നല്ല. അതിലും കുറെ നെഗറ്റീവ് ഉള്ള എന്താ, ഇത് കോപ്പി അടിച്ചതാണ്, ലോർഡ് ഓഫ് ദ റിങ്സിന്റെ ടച്ച് ഉണ്ട്. പിന്നെ അതെ, അല്ല അതില് സ്പോയിലർ ആണ്, പറയുന്നില്ല. ഇൻ ജനറൽ അടിപൊളി പടം. പിന്നെ മമ്മൂക്കന്റെ എന്താ പറയുക, സ്ക്രിപ്റ്റ് സെലക്ഷൻ ഹാറ്റ്സ് ഓഫ്. ഉഷാറായിപ്പോയില്ലേ? അതെ, അടിപൊളി. ഞാൻ ലാസ്റ്റ് ദൃശ്യറ്റാവുന്നത് അല്ല കണ്ടിക്കണോ വെച്ച് കഴിഞ്ഞാൽ കണ്ടിക്കണേ. ഞാൻ കണ്ട് മറ്റേ ഇതില് കുടുങ്ങി പോണ പടോ, കുഴി കുടുങ്ങി പോണ കുന്നുമ്മൽ ബോയ്സ്. അങ്ങനല്ലേ? മഞ്ഞുമ്മൽ ബോയ്സ്. ഇതേപോലെ ഞാനൊന്നും പറയുന്നൊന്നുമില്ല, ഇന്റത് വിയേർഡ് ടേസ്റ്റ് ആണ്. ഓൾ ഓവർ ദ വേൾഡ് 270 crore കേറി. അല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നോട് ഓണസ്റ്റ് ആയിട്ടുള്ള പറഞ്ഞു, 10 6.5 കൊടുക്കുക, 7 കൊടുക്കുക, 7.5 കൊടുക്കുക. ഡിപ്പെൻസ് അപ്പോൺ ലൈക്ക് പീപ്പിൾ. അത്രേ കൊടുക്കാനേ ഉള്ളൂ. ഞാനൊരു 7 ഒരു 6.5 7 കൊടുക്കും. കാരണം ഉണ്ട് ചില കാര്യങ്ങളുണ്ട്, പക്ഷെ ചിലതൊക്കെ എനിക്ക് ഭയങ്കര ക്രിഞ്ചൊക്കെ ആയിട്ട് തോന്നി. ഞാൻ പറയാം, ചിലപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് ആയിരിക്കും. എനിക്ക് അതിനെക്കാട്ടൊക്കെ ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള അവൻ്റെ ഒരു ഇതുണ്ടല്ലോ, ലൈക്ക് പോസ്റ്റ് ട്രോമ. ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എനിവേ മലയാള സിനിമ അടിപൊളിയാണ്, വൺ അണ്ടർ അപ്രീഷിയേറ്റഡ് ആണ്. അത് ഒരു വേൾഡ് സ്കെയിലിൽ എടുക്കുമ്പോൾ എന്നും അണ്ടർ അപ്രീഷിയേറ്റഡ് ആയിരിക്കും. ബട്ട് കൊറിയൻ മൂവീസിനൊക്കെ കിട്ടിയ പോലെ ഒരു സ്റ്റേജ് കിട്ടട്ടെ. പക്ഷെ വീണ്ടും കൊറിയൻ ഒരു കൺട്രീന്റെ പ്രൊഡക്റ്റ് ആണ്. അല്ല ആണ്, ശരി തന്നെയാണ്. പക്ഷേ ഇതേപോലെ നമുക്ക് ഇപ്പോൾ ഓരിക്കത് അറിയില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഓസ്കാറിലോ അല്ലെങ്കിൽ ഇതിലേക്ക് എത്തുമ്പോൾ ഇന്ത്യനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ടാണല്ലോ. ഇപ്പോൾ മറ്റുള്ളവർ പറയുമല്ലോ ഇതൊരു ഇന്ത്യൻ മൂവി അല്ല, അവിടെ വേറെ കുറെ ഡേർട്ടി പൊളിറ്റിക്സും വരുന്നുണ്ട്. ആലോചിച്ചൊക്കെ ഇപ്പോൾ ഇതൊന്നും പറഞ്ഞ ഇവിടെ എത്തൂലെന്നറിയാം, കാരണം അവരൊന്നും കേൾക്കാൻ പോകുന്നില്ലല്ലോ. ഇപ്പോൾ കൊറിയൻ ഏതിരുന്ന ആ സിനിമേൻ്റെ പേരെടാ, ഓസ്കാറിന്റെ പാരസൈറ്റ്. ഞാൻ ഉദ്ദേശിച്ചത് ഓസ്കാർ വേർത്തി ഒന്നും പടം ഒന്നല്ലായിരുന്നു അത്. പടം അടിപൊളി പടമൊക്കെ തന്നെ. ഇതെന്തിനാ അറിയോ, ഇത്രയും കാലം ഒഴിവാക്കി ഗപ്പ് കൊടുത്തതാണ്. കാരണം പണ്ടത്തൊക്കെ ക്വാളിറ്റി ലെവൽ വിട്ട പടങ്ങൾക്ക് വേണ്ടി അടിപൊളിയാണ്. ഓസ്കാർ കിട്ടിയതിൽ തെറ്റില്ല, പക്ഷെ അതിനേക്കാളും ഡിസേർവ് ചെയ്ത കൊറിയൻ മൂവീസ് മുമ്പ് ഉണ്ടായിരുന്നു. അല്ല ആ കൊല്ലം തന്നെ ലൈക്ക് ഓക്കെ ലൈക്ക് അടിപൊളി പടം. പക്ഷെ ആ സെയിം തന്നെ നമുക്ക് ഡിക്കാപ്രിയോന്റെതും പറയാ, കൊടുത്ത റെവനന്റ് ലൈക്ക് അടിപൊളിയാണ്. അവന് നല്ല കിട്ടേണ്ടത്, അതാ പറഞ്ഞത്. അതിന്റെ മുമ്പ് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഡിക്കാപ്രിയോന്റെ ലൈക്ക് ആക്ടിങ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഞാൻ പറഞ്ഞിരിക്കണ എൻ്റെ ഇതൊക്കെ ലൈക്ക് കാരണം നമ്മളതിൽ ഇന്ത്യൻ ആക്ടേഴ്സിന് അല്ലെങ്കിൽ നമ്മളെ ഇവർക്ക് ആക്ട് ചെയ്യാൻ അറിയുള്ളൂ എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറെ മുന്നേ അല്ലേ. ലൈക്ക് ഇവിടുത്തെ വെച്ചാൽ മൂവിന്റെ രസം കൊണ്ടാണ്, ലൈക്ക് സ്റ്റോറി, ലൈക്ക് സയൻസ്, ലൈക്ക് ഇങ്ങനത്തെ സയൻസ് ഫിക്ഷൻ ക്യാമറ അല്ലെങ്കിൽ ഇങ്ങനത്തെ CG ഇങ്ങനത്തെ കഴിവിലാണ് മൂവി അടിപൊളിയാവണമെന്നുള്ള. അഭിനയം നമ്മളിപ്പോൾ കാണലോന്നില്ല ഉണ്ട്, പക്ഷെ നമ്മൾ അങ്ങനത്തെ മൂവിയിലല്ലോ. പണ്ട് ഹോളിവുഡ് സിനിമ എന്ന് പറയുമ്പോൾ ഹാരി പോട്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാസ്റ്റ് ഇങ്ങനത്തെ ആണല്ലോ, അങ്ങനെ എക്സ്മെന് അങ്ങനത്തെ കാണല്ലോ നമ്മൾ പണ്ട് ഈ ഹോളിവുഡ് മൂവീസ് എന്ന് പറഞ്ഞ് കാണുന്നത്. അല്ലാതെ ആക്ടിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാണലില്ലല്ലോ. അന്നേ അങ്ങനത്തെ മൂവീസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഫസ്റ്റ് മോനെ ഈവൻ അഭിനയിക്കാൻ അറിയുന്നുള്ള വോൾഫ് ഓഫ് ദ വാൾ സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഞാനത് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ മോനെ, കാരണം 2-3 സീൻ ഉണ്ടല്ലോ അതിൽ, അത് ഞാൻ ശരിക്കും സമ്മതിച്ചു പോയതാ. അതേപോലെ ബാസ്കറ്റ് ബോൾ ഡയറീസും ഉണ്ട്, ആദ്യത്തെ ഒരു സീനുണ്ട്. കാരണം വെച്ചാൽ അതൊക്കെ അവൻ്റെ വന്ന സമയം ചെറിയ എന്താ പറയുക കുട്ടിയായിട്ടുള്ള സമയം ഉണ്ടല്ലോ, ആ സമയത്താണ് ഇവൻ്റെ ഓരോ സീനുണ്ടല്ലോ. ഞാൻ പറയാം ഇന്നും അതൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല, മനസ്സിലായില്ലേ? കാരണം മൂപ്പരാളൊക്കെ ലീഗ്സ് പോയിരുന്നു. അതിനുള്ള എന്താ പറയുക വേണമെങ്കിലും അണ്ടർ റേറ്റഡ് എന്ന് പറയാം. ഡിക്കാപ്രിയോ ഒന്നും ഉണ്ടല്ലോ, ഇനിയും ഇത് കൊടുത്താൽ പക്ഷേ ഞാൻ പറയൂ മേ ബി ഞാൻ ഫാൻ ബോയ് ഒന്നല്ല, പക്ഷെ കാരണം ഞാൻ ഫാൻ ബോയ് ഒക്കെ വേറെ ആൾക്കാരതാണ്. പക്ഷെ ആക്ടിങ്ങിൽ ഞാൻ പറയുമ്പോൾ ഡിക്കാപ്രിയോ കുറെ ആക്ടേഴ്സ് ഉണ്ട് ലൈക്ക് ഹോളിവുഡിൽ ഇതേപോലെ. പക്ഷെ ഇപ്പോഴത്തെ നോക്ക് റോക്ക്, വിൻഡീസ്
ഈ അഭിനയിക്കാൻ അറിയില്ല, എല്ലാത്തിലും ഒരു റോക്കിന്റെ ഒക്കെ മീംസ് ഉണ്ട്. ലൈക്ക് can you imagine this is from like 4 different movies, same outfit, സെയിം ക്യാരക്ടർ. വിജയ് മറ്റേ ഷർട്ട്. അതെ അതെ, ജോൺ സീന ഒന്ന് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്, ലൈക്ക് ഓന്റെ അഭിനയം വെച്ചിട്ട്, പക്ഷെ കഴിയുന്നില്ല. ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ആകെ കണ്ട എനിക്കൊന്നും ബംബിൾ ബീ ആണ് തോന്നുന്നു. ഞാനും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പീസ് മേക്കർ രസമുണ്ടോ? നല്ല റിവ്യൂ ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അത് പിന്നെ ഇവർ സ്റ്റുഡിയോ മൊത്തം കൊളാക്കിയില്ലേ, എനിക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. പീസ് മേക്കർ നീ വായിച്ചിക്കണോ? അല്ല, വായിക്കുന്നത് അത് ആ സ്റ്റുഡിയോ ഞാൻ ഉദ്ദേശിച്ചു മൊത്തത്തിൽ. കാരണം അതിൽ അവർ സൂപ്പർമാനെ വീണ്ടും കൊണ്ടുവരാൻ നോക്കി, പിന്നെ ഹെൻറി കാവിലായിട്ട്, പിന്നെ അങ്ങനത്തെ ഞാൻ ബയസ്ഡ് ആവല്ല. പക്ഷെ DC വൺ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സാധനമാണ്. ലൈക്ക് മാർവല് അവര് വലിയൊരു എന്താ പറയുക എംപയർ ക്രിയേറ്റ് ചെയ്ത് ഓരോ കഴിവുകൊണ്ട് കഴിഞ്ഞ്. ലൈക്ക് അത് സമ്മതിക്കണം. കാരണം മാർവല് ഇതേപോലെ നോർമൽ ഓഡിയൻസിന് അറിയാത്തൊരു കാര്യമായിരുന്നു. ലൈക്ക് അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. കാരണം ഈ ഞാൻ എന്തോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വായിച്ചപ്പോൾ ക്രോസ് ഇല്ലേ, നമ്മളെ ക്രോസ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയുന്ന സൈന്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ അറിയുന്ന സൈൻ ഏതാ അറിയോ? സൂപ്പർമാൻ്റെ എസ് ലോഗോ ഉണ്ടല്ലോ. എസ് അല്ല അത്, പക്ഷെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, അതാണ്. അപ്പൊ ഉദ്ദേശം മനസ്സിലായില്ലേ? ഈവൻ ലൈക്ക് പന്റെ പൊക്കും ഒരു നമ്മളെ ഇതൊരു സൂപ്പർമാൻ അറിയാം. ഉദ്ദേശം വെച്ചാൽ DC ഓൾറെഡി ലൈക്ക് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എനിക്ക് ഇത്രയൊന്നും എഫേർട്ട് എടുക്കാത്ത തന്നെ എത്രയോ അടിപൊളിയായിരുന്നു. മാർവൽ എങ്കിലും സ്ക്രാച്ച് ഒന്നും ഉണ്ടാക്കി കൊണ്ടത്. കാരണം നമ്മളെ പോലത്തെ നോർമൽ അല്ലെങ്കിൽ റാൻഡംസിന് അറിയാത്ത, അല്ലെങ്കിൽ കാഷ്വൽസിന് അറിയാത്തൊരു കാര്യമായിരുന്നു ഈ അവഞ്ചേഴ്സ്, അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, തോർ. ക്യാപ്റ്റൻ അമേരിക്കനൊന്നും ഒരു ആർക്കും അറിയാത്ത എനിക്ക് ഫസ്റ്റ് കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ ഉദ്ദേശം എന്താ വെച്ചാല് മാർവല് പീക്ക് ചെയ്ത, ഞാൻ പറഞ്ഞു DCക്ക് ഉണ്ടല്ലോ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ബേസ് സ്ട്രോങ് ആയിരുന്നു അവരത്. കാരണം ആൾക്കാർ അപ്രോച്ച് ചെയ്ത രീതി, സിനിമ അപ്രോച്ച് ചെയ്ത് ഓരല്ല പ്രശ്നം. പോണ്ടോരെടുക്കാൻ സ്റ്റുഡിയോ എന്താണ് പറയാ, വാർണർ ബ്രദേഴ്സ് ആണ് സ്റ്റുഡിയോ. എടാ കാരണം ഞാൻ തമാശ അറിയില്ല, മേ ബി ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ പണ്ടേ പറയലുണ്ട്, എനിക്ക് ഭയങ്കര ഞാൻ രണ്ടും അപ്രീഷിയേറ്റ് ചെയ്ത ആളാ. പക്ഷേ ഈ DC ഉണ്ടല്ലോ ഇറക്കിയ പടങ്ങളൊക്കെ ശരിക്കും അടിപൊളി പടങ്ങളായിരുന്നു. ലൈക്ക് ഒരിക്കൽ അത് വേണ്ടിയ പോലെ കൊടുത്തിട്ടുണ്ട്. കാരണം മാർവൽ കൊളാക്കിയതാണ്, അതാ ഞാൻ പറയുന്നത്. മാർവൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചെയ്ത ഫൺ, ഇത് കളർഫുൾ അങ്ങനെ. പക്ഷെ സ്റ്റിൽ ഒരു കോപ്പി ആയി നോക്കിയാണ് ഒരിക്കൽ വേറെ റൂട്ടിന് ചെയ്താൽ മതി. അത് കാരണം ഇവരെന്താ വിചാരിച്ചോ ഒഞ്ഞുള്ള ആൾക്കാർക്ക് ഇതേ പറ്റുള്ളൂ. കാരണം ആ സമയത്ത് ആൾക്കാർക്ക് പറ്റിയില്ല അധികം. കാരണം വെച്ചാൽ കമ്പാരിസൺ ആയിട്ട് സിവിൽ വാർ അല്ലെങ്കിൽ മറ്റേ സ്റ്റാർ ലോഡിന്റെ ഒക്കെ പടം ഏതായിരുന്നു, ഗാർഡിയൻസ്, ഇങ്ങനത്തെ. കാരണം അതൊക്കെ ഒരു എന്റർടൈനറാണ് പടം, വേറെ ലെവൽ എന്റർടൈനറാ. DC വേറെ അപ്രോച്ച് കൊടുത്ത്, അപ്പോൾ അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന പേടിച്ചിട്ട് മാറ്റിക്കാൻ ഒത്തത്തിലേക്ക് ആ ജോസ് വീഡനൊക്കെ കൊണ്ടുവന്ന് കോളാക്കി കഴിഞ്ഞ്. അത് അവർക്ക് ആ ടൈമും കാര്യം മേ ബി ആ സമയത്ത് അപ്രിസിയേഷൻ കിട്ടിയില്ലെങ്കിൽ. ഇപ്പൊ ആലോചിച്ചൊക്കെ ആ സ്നൈഡറിനൊക്കെ ആൾക്കാർ ഇങ്ങനെ സ്നൈഡർ കട്ടും കൂടി ഇറങ്ങേണ്ട ശേഷം ഉണ്ടല്ലോ, സമ്മതിച്ചിങ്ങളാ എന്നുള്ള. കാരണം അടിപൊളി പടമല്ലടാ. അതെ, സ്നൈഡറിന്റെ ഞാൻ വീണ്ടും പറയും, ഞാൻ കണ്ട സ്നൈഡറിന്റെ കരിയർ ബെസ്റ്റ് വാച്ച്മാൻ. അതെ, എല്ലാവരും പറയും. അതൊരു എസ്പെഷ്യലി എനിക്ക് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് മൂവീസ് ഇഷ്ടമാണ്, സൂപ്പർ ഹീറോസ് മൂവീസ് ഇഷ്ടമാണ്. എസ്പെഷ്യലി എന്താ പറയുക, ഡിഫറെന്റ് ടേക്ക് ഓൺ സൂപ്പർ ഹീറോസ്, ഇതെല്ലാം കൂടി ഉള്ള ഒരു മിക്സാ. പിന്നെ ഈ പറഞ്ഞ പോലെ സ്നൈഡർ അല്ലേ, സിനിമാറ്റോഗ്രാഫി, സ്റ്റോറി ടെല്ലിങ് എല്ലാം അടിപൊളിയാണ്. ഇനി റെഡിയാന്ന് തോന്നുന്നുണ്ടോ DC? ഇപ്പൊ ഇവരെ കൊണ്ടുവന്നല്ലോ, ഗാർഡിയൻസ് ഓഫ് ഗാലക്സിന്റെ ഡയറക്ടർ ആണല്ലോ. അതാ പറഞ്ഞത്, DCക്ക് അതല്ല DCന്റെ അപ്രോച്ച്. ഈവൻ ലൈക്ക് ജസ്റ്റിസ് ലീഗ് ഒക്കെ കണ്ട ആളാ ഞാൻ. ജസ്റ്റിസ് ലീഗ് ഒന്നും ഇങ്ങനെ ഒന്നല്ല. ഇപ്പൊ ബാറ്റ്മാന് അല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവരെ കോമഡി എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് സിറ്റുവേഷൻസിനനുസരിച്ചുള്ള കോമഡി അല്ല, ലൈക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കോമഡി ആയിരിക്കും. ലൈക്ക് അത് സ്നൈഡർ കട്ടിലൊക്കെ ഉണ്ടായിരുന്നു, വൃത്തിക്ക് എടുത്തിരുന്നു. ജസ്റ്റിസ് ലീഗ് എന്താ പറയുക, ഞാൻ ആനിമേറ്റഡ് കണ്ടു കുറേയൊക്കെ വായിച്ചിരിക്കണേ, എല്ലാം കുറേ ഒന്നും വായിച്ചിട്ടില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ വായിച്ചിരിക്കുന്നത്. പിന്നെ ജസ്റ്റിസ് ലീഗ് മൊത്തം കണ്ട ആളാ. ആദ്യത്തൊക്കെ വേറെ തന്നെ സ്റ്റൈൽ അപ്രോച്ചാണ്. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. വേണമെങ്കിൽ 0 ഒന്നും തുടങ്ങും. അതേപോലെ പുതിയൊരു ജനറേഷന് DC ചെയ്യുന്നത്. കാരണം പക്ഷെ അതല്ല പ്രശ്നം, അതാണ് DCന്റെ പ്രശ്നം. DCന്റെ ഒരുവിധം എല്ലാവർക്കും അറിയാം എന്താണ് എന്താണെന്നുള്ളതല്ലോ. DCന്റെ കുറെ ബ്രാഞ്ച് ഔട്ട് ആയി പോയി. ഇപ്പം എന്റെ പേര് ജെയിംസ് കോർഡൻ, എനിക്കറിയാം. ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ മാർവലിന്റെ എന്താ അറിയോ, മാർവലിൻ്റെതില്ലേ ഇപ്പോൾ എനിക്കറിയില്ല, ഈ കോമിക്കും ഇതൊക്കെ വായിക്കുന്നതില്ല ഇതിൻ്റെ പ്രാന്തന്മാർക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായമായിരിക്കും മാർവൽ മൂവീസിനോട് ഉണ്ടാവുക. ഒരു പറയുമോ ദേ ഡിഡിൻറ്റ് ബി ജസ്റ്റ് എന്താ പറയുക, മാങ്കയ്ക്ക് മാങ്കല്ലോ കോമിക്കിന്
അക്യുറേറ്റ് അല്ല, അങ്ങനെയാണ് മാറ്റി കഥ വരുത്തി. നമുക്ക് അറിയില്ല, കാരണം നമ്മൾ ആരും കോമിക് ഇതൊന്നും വായിച്ചിട്ടില്ല. മനസ്സിലായി, ഇവർ മൂവിയിലൂടെയാണ്, ഈ സിനിമാറ്റിക് യൂണിവേഴ്സിലൂടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോകത്തിന്. DC അങ്ങനെയല്ല. DC ഇതേപോലെ പണ്ടാരെടുക്കാൻ എല്ലാവർക്കും ഓൾറെഡി അറിയാം സൂപ്പർ ഹീറോ ഇവരെന്താന്ന്, ബാറ്റ്മാന്റെ കഥ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് തുടങ്ങുന്നത്. കാരണം ഇവർക്ക് ഇനി ഒരു ഒറിജിൻ സ്റ്റോറി ഇതും വേണ്ട. അതൊരു നെഗറ്റീവാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇവർ ഓൾറെഡി, കാരണം അപ്പൊ എന്താ വെച്ചാൽ ഓൾറെഡി അറിയാം ഇവർക്കൊക്കെ. അപ്പോൾ ബാറ്റ്മാൻ നല്ല രീതിയിൽ റിസീവ് ചെയ്ത്, കാരണം ആ ഡാർക്ക് ടച്ചും കുറച്ച് ഡാർക്ക്. ബാറ്റ്മാൻ്റെ ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ പുതിയൊരു പ്രൊജക്റ്റാണ് DC എന്താ പറയാ, സൂപ്പർമാൻ യങ് സൂപ്പർമാനാണ് കാസ്റ്റ് ചെയ്തത്, പിന്നെ സൂപ്പർ ഗേള് അതെ കണക്ട് ചെയ്തത്. പക്ഷെ ഒരു ബാറ്റ്മാൻ ഓൾറെഡി ബ്രാഞ്ച് ഔട്ട് ആയിട്ടുണ്ട്. ഇവർക്ക് ഞാൻ ഉദ്ദേശിച്ച DCക്ക് ഞാൻ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാല്, സിനിമാറ്റിക് യൂണിവേഴ്സിറ്റി ആയിട്ട് നടക്കരുത്. ലൈക്ക് ഇങ്ങനെ സോളോ മൂവീസ് ഇറക്കുക, ഒരിക്കൽ പൈസയും മാറിക്കൂടെ. അപ്പോൾ ജോക്കർ നോക്ക്, എനിക്ക് തോന്നണേ മൂവിന്റെ ബഡ്ജറ്റ് 60 മില്യൺ, അത്രയും കുറവായിരുന്നു തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, ഞാൻ ഏകദേശം പറഞ്ഞു. പക്ഷെ ഉണ്ടാക്കിയതൊക്കെ 1 ബില്യൺ എബോവ് ക്ലബിൽ കയറിയത്. ഞാൻ ഇന്ന് ആലോചിച്ച് നോക്കണോ, ഇപ്പോൾ ഈ മാർവലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹൈ ബഡ്ജറ്റ് മൂവി ഇറക്കുമ്പോൾ എത്രത്തോളം പേര് ചിലവാക്കണം, എന്നിട്ടാണ് ഇവർക്ക് ഇത്ര കിട്ടുന്നത്. മറ്റേത് അങ്ങനെയല്ലല്ലോ, ഇത്ര മുടക്കിയിട്ട് എത്രത്തോളം ഇവര് വാരി കോരുന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ ഞാൻ സ്മാർട്ടാണെങ്കിൽ ഇവരങ്ങനെ ചിന്തിക്കണോ. ഇറക്കുന്നുണ്ട്, ജോക്കർ 2 വരുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, കാരണം ഇപ്പോൾ നോക്ക്, നമ്മളെ ഇവൻ്റെ റോബർട്ട് പാറ്റിൻസന്റെ ബാറ്റ്മാൻ തന്നെ മാറി, ലൈക്ക് അത് വേറെ തന്നെ സോളോ ബാറ്റ്മാൻ ആയി. അതിൽ ഇനി ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ പുതിയ ബാറ്റ്മാൻ. അതിൽ വേറെ തന്നെ ജോക്കറിനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓൾറെഡി ടീസ് ചെയ്ത്. അപ്പൊ അങ്ങനെയൊക്കെ ഇറക്കാം, ഓക്കെ, നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. പക്ഷെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് മാർവൽ ഇറക്കിയ പോലെ എനിക്ക് ഇറക്കാൻ കഴിയില്ല. കഴിയും, പക്ഷെ ഇങ്ങനത്തെ എന്താ പറയാ, ഓഡിയൻസ് റിസീവ് ചെയ്യും തോന്നുന്നില്ല. ഇങ്ങനത്തെ ഒരു മാർവലിന് കിട്ടിയ ഒരു അല്ലേ, ഇപ്പൊ തന്നെ മാർവലിന് കിട്ടിയത് ഇപ്പൊ മാർവലിന് കിട്ടുന്നില്ലല്ലോ. ശരിയല്ലേ. ഒറ്റ പേര് കെവിൻ ഫൈഗി, അയാളെ തലയിൽ അയാളെ ബ്രില്യൻസ് കൊണ്ട് പോയിപ്പോ അയാളല്ല, അയാൾ തന്നെയാണ്. പക്ഷെ അല്ല, അതാ പറഞ്ഞത്, അയാളൊരു ബിൽഡ് ചെയ്തൊരു പ്രൊജക്ട് ആണല്ലോ. അയൺമാൻ തൊട്ടിട്ട് അവെഞ്ചേഴ്സ് എൻഡ് ഗെയിം വരെ 10 years ഇല്ലേ, കാൽക്കുലേറ്റഡ് ആണ്. 10 yearsന്റെ ഉള്ളിലാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ ആയത്. അങ്ങനെ ക്രിയേറ്റ് എടുത്തൊരു യൂണിവേഴ്സ് ആണ്. പിന്നെ ഇപ്പം പെട്ടെന്ന് അത് കുറെ ആൾക്കാർ, കുറെ ന്യൂ ക്യാരക്ടേഴ്സ് അതന്നെ, ഓഫ് കോഴ്സ് ബേസ്ഡ് ഓൺ മണി. പക്ഷെ ഇപ്പം എനിക്ക് ലാസ്റ്റ് ഇതിനെപ്പറ്റിയൊക്കെ വായിച്ചപ്പം സ്ട്രാറ്റജി മാറ്റി പിടിക്കുക എന്നുള്ളതാണ്. ക്വാണ്ടിറ്റി ലെസ്, ക്വാളിറ്റി മോർ ഫോക്കസ് ആക്കുക എന്നുള്ളത്. കാരണം നല്ല അടിപൊളി, കാരണം ഇവർ ഓൾറെഡി ഉണ്ടാക്കിയല്ലോ ആര്, എന്താ പറയാ, എംപയറോ എന്തായാലും പറയാം. കാരണം തോറും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സും ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ആൾക്കാർ അത്ര പെർഫെക്റ്റ് എൻഡിങ്ങും എല്ലാം കൊണ്ടും എൻഡ് ഗെയിമിൽ നിർത്തുന്നതിന് ഏറ്റവും നല്ലത്. വേണം 2-3 ആൾക്കാരെ കൊന്നിട്ട് നിർത്തണം, അല്ലെങ്കിൽ എൻഡ് ഗെയിം നിർത്തിയിട്ട് റീബൂട്ട് ചെയ്യണം കുറെ കാലം കഴിഞ്ഞിട്ട്. എക്സാക്ട്ലി. പക്ഷേ സ്പൈഡർമാനും, എനിക്ക് സ്പൈഡർമാൻ ഇഷ്ടമാണ്. ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ ഇഷ്ടമാണ്. എല്ലാവരും കേൾക്കുമ്പോൾ എനിക്കറിയില്ല കേട്ടോ എന്താണ് സ്പൈഡർമാൻ ആണ് ഇഷ്ടമില്ലാത്തൊരു സൂപ്പർ ഹീറോ. എനിക്കിഷ്ടമാണ്, പ്രത്യേകിച്ച് ടോം ഹോളണ്ടിന്റെ ഒക്കെ എന്താ പറയാ, ഒരു യൂണിവേഴ്സിൽ ഫിറ്റ് ആവുന്നുണ്ട്. എനിവേ കുറെ നേർഡ് ഔട്ട് ആയിപ്പോയി സിനിമനെ പറ്റി സംസാരിച്ചാല്. അതെ, സിനിമനെ പറ്റി സംസാരിച്ചാൽ അങ്ങനെയാണ്. ഒരു ഇത് കിട്ടൂല. സിനിമ, സീരീസ്, ആനിമ ഒക്കെ ഇതിൽ വരുന്ന ടോപ്പിക് നല്ല രസമാണ്. ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കും പോലെ. പണ്ടേ അങ്ങനത്തെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലെങ്കിൽ എന്താ അറിയോ, പിന്നെ ഭയങ്കര സീരിയസ് ടോപ്പിക്, നമുക്ക് അറിയാത്ത പൊട്ടത്തരങ്ങളൊക്കെ ലൈഫ് അങ്ങനെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഇപ്പോൾ ഏകദേശം. ഏത് ലൈഫിനൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് കാണാണ്ടല്ലോ, മാറിപ്പോയി. ഒന്നാമത് ഇപ്പം ഇന്ന് രാവിലെ ഞാൻ എന്താ പറയുക ജയിക്കിനായിട്ട് സംസാരിച്ചതിനും എന്താ പറയുക, എല്ലാവരും എപ്പോഴും ഫ്രണ്ട്സ് കൂടിയാലും സംസാരിക്കുന്ന യുദ്ധത്തിനെ പറ്റിയിട്ടും പൊളിറ്റിക്സിനെ പറ്റിയിട്ടും. പക്ഷെ അതൊരു ഇപ്പോഴത്തെ സിറ്റുവേഷനെ കൊണ്ടാണ് ഇത് നടക്കണേകൊണ്ടാണല്ലോ. നമ്മള് ഒന്നാമത് ഏജ്, നമ്മളെ ഈ ഒരു എന്താ പറയാ mid-20s മെച്യൂർഡ് ആയിട്ട്, അതെ, നമ്മുടെ സ്വന്തം ലൈഫിലേക്ക് കിടക്കാൻ, സ്വന്തം ലൈഫ് ബിൽഡിങ് അല്ലെങ്കിൽ ക്യാരക്ടർ ബിൽഡിങ് പ്രോസസ്സിലാണ്. അപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. ചുറ്റും വാറാണ്. അതന്നെ ഇപ്പോൾ ഞാനിങ്ങോട്ടേക്ക് വരുമ്പോൾ ഫ്ലൈറ്റിലിരുന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഈ പ്രാവശ്യം വരുമ്പോൾ എത്താത്ത പോലെ തോന്നാന്നുള്ള. അപ്പം ഞാൻ ഫോണിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പഴയ ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ ഞാൻ പറയാം, എന്ത് രസമായിട്ടാ ലൈഫ്. കാരണം എന്താ അറിയോ, പുറത്ത് പോണ്, ഫുഡ് കഴിക്കുന്നു, ഗ്രില്ല് വെക്കുന്നു, ഇതാക്കുന്നു, വയനാട് പോകുന്നു, ഗ്രില്ല്, ഇത് തന്നെ ഫുഡ് തന്നെ, വേറെ ഒന്നുമില്ല. എല്ലാത്തിലും ഞാൻ ചിരിക്കുന്ന ഫോട്ടോസൊക്കെ ഞാനത് ചിളുത്തുന്നത് എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലേനല്ലോ. പ്രശ്നം കാരണം എടാ ഇതൊക്കെ അന്ന് നടക്കണ്ട. പക്ഷെ നമ്മളെ ഏജിന്റെ വ്യത്യാസമാണ്. അതെ, പിന്നെ ഇതാണ് നമ്മുടെ എന്താ പറയുക, യൂണിവേഴ്സിറ്റി കഴിയുന്നവരെ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്നവരെ. പോസ്റ്റ് ഗ്രാജുവേഷൻ എനിക്ക് തോന്നുന്നത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ബാച്ചിലേഴ്സ് നമ്മുടെ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ അതേ ഒരുവിധം ആയിട്ടുള്ള ലൈഫ് സർക്കംസ്റ്റാൻസ് കൂടെ റുട്ടീന് ഒരുവിധമൊക്കെ സെയിം ആയിരിക്കും. ശരിയാണ്, വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാർ അന്നേ ഉണ്ടാവും. പക്ഷേ ഇൻ ജനറൽ സെയിം റുട്ടീനാണ്. അതങ്ങോട്ട് കഴിയലും എല്ലാവരും
പല രീതിക്കാണ് പോകുന്നത്. പിന്നെ ലൈഫ് സ്വയം ഒറ്റക്കാണ്, ഒറ്റക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്താണ് അടുത്ത സ്റ്റെപ്പ് ലൈഫിൽ. അപ്പത്തിനൊക്കെ എന്താ പറയുക റെസ്പോൺസിബിലിറ്റീസ് വേറെ രീതിയിൽ നിന്ന് വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക നമ്മളെ നാട്ടിലത്തൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കാനുള്ള പ്രഷർ, സ്വന്തം ലൈഫ് ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതിൻ്റെ മുമ്പ് പ്രായത്തിൻ്റെ ഒരു ക്യാപ്പ് പറഞ്ഞിട്ട് കല്യാണം എന്താ പറയുക ലൈഫ് മാരേജിന്റെ ഏജ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രഷർ വേറെ. അതാ ഞാൻ ആലോചിക്കുന്നത് കൂടി ഒരുമിച്ച് വരല്ലേ, അപ്പൊ പിന്നെ ഇങ്ങനൊന്നും തോന്നിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഉദ്ദേശിച്ചത് ഇപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് പറയണ തന്നെ ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ആലോചിക്കാനും കൂടി കഴിയില്ല ഒരു ഫാമിലി ആയിട്ടുണ്ടല്ലോ. ലൈക്ക് കാരണം എനിക്കും ആലോചിക്കാൻ കഴിയില്ല ഈ ഫാമിലി ആയിട്ട്. ഫുഡ് ട്രാവൽ ഇതൊക്കെ തന്നെ മതി. നല്ല രസമാണ് ജീവിക്കാൻ. ആംസ്റ്റർഡാമിൽ പോയിട്ടുണ്ടല്ലേ? ഞാനും പോയിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? ആംസ്റ്റർഡാമില് ഫുൾ എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റൂല എന്ന് പറയാം. എന്നാലും അങ്ങനൊന്നുമില്ല. ആംസ്റ്റർഡാമിൽ ഇതിന്റെ ഭാഗമായിട്ട് പോയത്, ബിസിനസിന്റെ ഭാഗമായിട്ട് പോയതല്ലേ. എന്തോന്ന് ബിസിനസ്? എടാക്ക് ഓർമ്മയില്ല മ്യൂസിയത്തിൽ പോയിട്ടുള്ള ബിസിനസ്? ഏത് ബിസിനസ്? അവിടെ വലിയൊരു മ്യൂസിയം ഉണ്ട് അവിടെ. മ്യൂസിയത്തിൽ ഇവന്റ് ഉണ്ടായപ്പോഴാണ് പോയത്. ഞാൻ മ്യൂസിയത്തിന്റെ പേര് പറഞ്ഞു, ഫോട്ടോസ് വേണമെങ്കിൽ കാണിച്ചു തരാം. അല്ല, ആംസ്റ്റർഡാമിൽ എനിക്ക് മനസ്സിലായത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആൾക്കാരാണ്. കാരണം എനിക്ക് ചിരി, ഞാൻ 2-3 ആൾക്കാരെ അവിടെ പൊക്കിയതല്ല, എനിക്ക് ചിരി വന്നുപോയി. കാരണം കോമഡി എന്താ വെച്ച് കഴിഞ്ഞാല് മറ്റേ നമ്മൾ പറയും നാട്ടിൽ പറയും സുഡാപ്പി എന്ന് പറയുന്ന പോലെ താടിയും വെച്ച് ഇതൊക്കെ വെച്ചിട്ട് മൊല്ലാക്ക പോലത്തെ ആൾക്കാർ ഈ കബാബ് ഷോപ്പും ഇതൊക്കെ മുകളിൽ അല്ലെങ്കിൽ അടിയിലായിട്ട് തൊട്ട മുകളിൽ ഇതേപോലത്തെ കാനബീസിന്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ, കാനബീസിന്റെ ഷോപ്പ് അല്ലെങ്കിൽ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ആ സംഭവമാണുള്ളത്. അപ്പം എനിക്ക് ചിരി വരാൻ ഇത് എന്താ, കാരണം ഉദ്ദേശിച്ച് നമ്മളെ നാട്ടിൽ നമ്മളതിലൊക്കെ പറയുന്ന പ്രകാരം നമ്മുടെ എന്താ പറയുക, നമ്മളെ മതപരമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ കൾച്ചർ പരമായിട്ടോ നമ്മൾ ആ രാജ്യത്ത് നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ ഹിജറ ചെയ്യണം അങ്ങനെയൊക്കെയല്ല പറയല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ടല്ലേ കുറെ ആൾക്കാർ സൗദിയിലേക്ക് ഗൾഫ് രാജ്യത്തേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതേ പാറ്റേൺ ഇതിലേക്കാണെന്നുള്ളത്. ഇവിടെ ഓക്കെ പൈസ ആലോചിച്ചിട്ട്, പക്ഷെ അപ്പൊ പൈസ ആലോചിക്കുമ്പോൾ ഇവരിതൊക്കെ മറക്കുന്നു, അതൊക്കെ മറക്കണെന്നുള്ളത് മനസ്സിലായില്ലേ. നമ്മളവിടെ നിൽക്കാനും പുറക്കാനൊന്നുമല്ലോ പോകുന്നു, നമ്മള് എല്ലാ രാജ്യം കാണാനായിട്ട് അതും കണ്ട്. അപ്പൊ എനിക്കുണ്ടായത് കോമഡി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇതായിരുന്നു. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ആൾക്കാരാന്നുള്ളത്. പിന്നെ വേറെ ആള് വന്നിട്ട് എന്നോട് ചോദിക്കുക ഹലാല് ഫുഡ് എവിടെ കിട്ടാൻ. ഞാൻ പറഞ്ഞു ബോസ് കാരണം നമ്മളെ മലയാള ശബ്ദം കേട്ടപ്പോ വന്നതാണ് നമ്മളടുത്തേക്ക്. നമ്മള് പുറത്ത് ടാക്സിക്കേറ്റ് നിൽക്കരുന്നു. അപ്പൊ പറഞ്ഞോ, അപ്പൊ മുപ്പരാള് ദുബായിന്ന് വന്നതാണ് അങ്ങോട്ടേക്ക്, മനസ്സിലായി, ദുബായിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഒരു വീക്ക് വെക്കേഷൻ ഉണ്ടായിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു കാക്ക നിങ്ങളെന്തിനോട്ട് വന്നത് ചോദിച്ചു. ഞാൻ ഹലാല് ഫുഡേ കഴിക്കുള്ളൂ നിങ്ങൾ. ഞാൻ പറഞ്ഞു മെല്ലെ വിട്ടോളി എന്ന് പറഞ്ഞു. ഞാൻ ചൂട് എനിക്ക് ഇങ്ങനത്തെ ഒരു ഭയങ്കര ദേഷ്യം, ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കുന്നവരുണ്ട്. ഓഫ് കോഴ്സ് ലൈക്ക് മേ ബി ഞാനും ഐ സൗണ്ട് ലൈക്ക് ഡബിൾ സ്റ്റാൻഡേർഡ്. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ, കാരണം മറ്റാളിങ്ങനെ പച്ചക്ക് കാണിക്കാണല്ലോ ചെയ്യുന്നത്. ഇവിടെ മറ്റാൾ ചിരിക്കുക, അതാ പറഞ്ഞേ എന്നാ പോട്ടെ. മൂപ്പരാൾ ഇതേപോലെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും അങ്ങനെ. പക്ഷെ മൂപ്പരാൾ ചിരിക്കാൻ പോ, ഞാനത് പറഞ്ഞപ്പോ ഏത് നിങ്ങൾ എന്തിനു വന്നാന്നുള്ള ചോദിച്ചപ്പോണ്ടല്ലോ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ആംസ്റ്റർഡാം അടിപൊളി. കാരണം പിന്നെ അതേപോലെ എന്താ പറയാ, അവിടുത്തെ ഈ ഇതന്നെ പറയുന്നു ക്യാപ്റ്റനും അറിയായിരുന്നു, ലൈക്ക് ആ ഷിപ്പിലെ ക്യാപ്റ്റനും ഉണ്ടല്ലോ പറയായിരുന്നു ഇവിടെ അത്രയുള്ള സൈക്കിൾ ഉണ്ടല്ലോ, ആ കനാലിൽ വീണ സൈക്കിള്. എനിക്കും എന്താ പറയാ ആംസ്റ്റർഡാം പോയപ്പോൾ തോന്നിയൊരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഈ പറയുന്ന എന്തിനാണ് ആംസ്റ്റർഡാം ഫേമസ് ഫോർ, ആ ഒരു സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തുക. എന്താ പറയുക, ഈ മെറുഹാന കാനബീസ് ഷോപ്പ് അത് ലീഗലാണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ ലീഗലല്ല ഇല്ലീഗലാണ്, അത് എന്താ പറയുക ചില ആൾക്കാർക്ക് അറിയൂല. പിന്നെ ഈ സെക്സ് വർക്കേഴ്സ് അങ്ങനത്തെ എല്ലാം എടുത്ത് മാറ്റി നിർത്തിയാലും ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാണ് ആംസ്റ്റർഡാം. വെറുതെ ഒരു ഈവനിങ് സ്ട്രോളിനെ കയ്യിൽ കൂടെ നടക്കുമ്പോൾ മേ ബി ഞാൻ അത്ര അടിപൊളി ആയിട്ടല്ലായിരിക്കാം. എനിക്ക് ആംസ്റ്റർഡാമും പ്രാഗും ഒക്കെ ഏകദേശം സിമിലർ വൈബ്. എനിക്ക് അങ്ങനെയല്ല, രണ്ടും ഡിഫറെന്റ് ആണ്. വ്യത്യാസമുണ്ട്. ഞാൻ പ്രാഗിന്റെ ഒക്കെ ചില സെർട്ടൻ സ്ഥലം എനിക്ക് ആംസ്റ്റർഡാം പോലെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളതുണ്ടല്ലോ. കാരണം അതൊരു ബ്രിഡ്ജിന്റെ അവിടെ നിന്നൊക്കെ വ്യൂ ഉണ്ടല്ലോ, ഒരു സിമിലർ ആർക്കിടെക്ചർ ഉണ്ട്. അതെന്തായാലും എല്ലാത്തുമായിട്ട് ഒരു സിമിലർ ആർക്കിടെക്ചർ ഉണ്ട്. പക്ഷെ ആംസ്റ്റർഡാം നീ പറഞ്ഞ പോലെ രസമുള്ള സ്ഥലമാണ്. കാരണം ഞാൻ സ്റ്റേ ആംസ്റ്റർഡാമിന്റെ ഏകദേശം ഒരു പുറത്തായിട്ട് 1/2 മണിക്കൂർ സിറ്റി സെന്ററിലല്ലേ നിന്നത്. അത് ഞാൻ പോയ ടൈമിൽ ഇഷ്ടപ്പെട്ട കാര്യം ഇതേപോലെ ആക്സസ് ചെയ്യാനുള്ള സൈക്കിൾസിലൊക്കെ അവിടെ ഉണ്ടല്ലോ എല്ലാവരുടെ അടുത്തും. കാരണം നമ്മളവിടെ സൈക്കിൾ ഓടിക്കാൻ നാണക്കേടുള്ള ഒരു കാര്യമാണല്ലോ. പിന്നെ പറഞ്ഞിട്ടല്ല, നാട്ടിൽ സൈക്കിൾ ഓടിക്കാൻ പറ്റിയ സേഫ് ആയിട്ടുള്ള ഇതേപോലെ ഇവിടുത്തെ പോലെ പാത്തും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് ശരിയാണ്. പിന്നെ ചൂടാണ്, അതാണ് ഞാൻ പറയും ചൂടാണ് ഇവിടെ. എല്ലാ ഒരു സിറ്റുവേഷൻസും പല കാര്യങ്ങൾ ബേസ്ഡ് ആയിട്ട് പല ഫാക്ടേഴ്സും ഉണ്ട്.
സങ്കടമാണ് അത്. വേറെ ചൂടിലേക്ക് എന്ത് നല്ല രസമാക്കിയില്ലേ. അതെ, എനിക്ക് ചെറുതായിട്ടുള്ള ചൂടൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ചൂട് ഇഷ്ടമില്ല. എനിവേ വിശക്കുന്നു. എനിക്കും വിശക്കുണ്ട്, നല്ല Okay, വിശക്കുണ്ട്. so- നമുക്ക് തിന്നാലും. യെസ്, ലെറ്റ്സ് ഗോ ഗെറ്റ് സം ഫുഡ്. ഓക്കെ, ഓക്കെ, ബൈ ബൈ. പിന്നെ സംസാരിക്കാം.